ഹലോ ഗൈസ്, കാലത്ത് നോക്കുമ്പോൾ ഇത് ജസ്റ്റ് നടന്നു. അവൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 3 പേരോട് റെഡി ആയിട്ട് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പോണ വഴി നമ്മൾ ഫുഡും കഴിച്ച് കോളേജിലെത്തി. ക്ലാസ്സിൽ ചെന്നപ്പോൾ ഒരു പരിചയമില്ലാത്തൊരുത്തൻ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് അത് നമ്മുടെ സുധി. ക്ലാസ്സും തുടങ്ങി അറ്റൻഡൻസ് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതേ നമ്മുടെ തങ്കു കയറി. സാറ് വരാൻ കുറച്ച് ടൈം എടുത്തു. ആ ഗ്യാപ്പിൽ നമ്മൾ വിചാരിച്ചു ഭാഗ്യം ഒന്ന് പറ്റിക്കാം. നമുക്കൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് കിട്ടി. എല്ലാവരും അത് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. അനുവിൻ സാർ എടുത്ത ടോപ്പിക് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടായിരുന്നു. പിന്നെ സാറ് കുറച്ച് സീൻസ് ഇട്ടിട്ട് അതിൽ ക്യാരക്ടേഴ്സിന്റെ ബിഹേവിയേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. സുധിയെ കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഇടിച്ചും അവസാനം അവനെ ഗതിയിട്ട് അവിടെ കസേരട്ടി. നമുക്കൊന്ന് ഫുട്ബോൾ മാച്ച് ഉണ്ട്, അതുകൊണ്ട് ക്ലാസ് ഉണ്ട്. നമ്മളെല്ലാവരുടെയും ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്ത് വേറെ കൊണ്ടല്ല, നമ്മുടെ സ്പോർട്സിന്റെ പോസ്റ്റർ റിവ്യൂലിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ അഭിജിത്തിനെ കണ്ടു കേട്ടോ. ഇന്ന് ബാക്കി വീട്ടിൽ നിന്നല്ല ചിക്കൻ കറി ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരുടെയും അത് കഴിച്ചു. പിന്നെ എല്ലാവരും കൊണ്ടുവന്ന് ചോറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രൈഡ് റൈസ് തന്നപ്പോൾ നമ്മളെല്ലാ ചോറും കൂടി ഒരുമിച്ച് അങ്ങ് തട്ടി. നിസാമീസിന് വയ്യാത്തതുകൊണ്ട് ക്ലാസ്സിൽ വന്നില്ല. നോബിൾ സാറാണ് ക്ലാസ്സിൽ വന്നത്. പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഇല്ല. സാറ് പോയി കഴിയുമ്പോഴേക്കും തങ്കപ്പാണ്ടി കുഞ്ഞിപ്പാണ്ടിയും തമ്മിലുള്ള ഫൈറ്റ്. ക്ലാസ് കഴിഞ്ഞ് നാടൻപാട്ടിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി. നമ്മുടെ പിള്ളേർ ഫുട്ബോൾ മാച്ച് ഉണ്ടായി, അത് കാണാൻ വേണ്ടി നമ്മൾ പോയി. ഫുട്ബോൾ ടീമില് നമ്മുടെ കെൽവിനും ഉണ്ട് കേട്ടോ. ഇന്ത്യക്കാരും അമ്മക്കാരായിട്ടുള്ള ഫുട്ബോൾ മാച്ച് ആയിരുന്നു. ടോസിംഗ് ഒക്കെ കഴിഞ്ഞ് കളി തുടങ്ങി. കളിയൊക്കെ അത്യാവശ്യം രണ്ട് ടീമും നല്ല കട്ടയ്ക്ക് കളിയായിരുന്നു. കളി 4-3 നമ്മുടെ ടീം പോയെങ്കിലും നമ്മുടെ ടീം കട്ടയ്ക്ക് കളിച്ചു. പിന്നെ നമ്മുടെ ടീമിൽ കളിക്കാൻ ജിഫിനച്ചനും ഉണ്ടായി. ഒക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളെല്ലാവരും കൂടി ഒരു ടേബിൾ സെറ്റായി വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിപ്പായി. മസാല ദോശ ഒന്നും ഓർമ്മയുള്ളൂ. എല്ലാവരും അതിന് പിച്ച് ചീന്തി. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞിപ്പാണ്ടിയുടെ തങ്കപ്പാണ്ടിയുടെ ഒക്കെ ഒരു താജ്മഹൽ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തങ്കു ഷാനേനും കൊണ്ടുപോയി. പുറകെ ആര്യം പോയി. നമ്മൾ വന്ന വഴി കണ്ട 2 പട്ടിക്കുട്ടന്മാരായിട്ടത്. രണ്ടിനും കാണാൻ നല്ല രസം. വരുന്ന വഴി നമ്മൾ ബെഡ് മേടിക്കാൻ വേണ്ടിട്ട് ഒരു കടയ്ക്ക്. അങ്ങനെ ഐശ്വര്യമായിട്ട് അതിഥിയെ കൊണ്ട് തന്നെ നമ്മൾ 2 ബെഡ് പിടിപ്പിച്ചു. അങ്ങനെ ബെഡും കൊണ്ട് നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോക്കായി. വീട്ടിലെത്തി ബെഡ് ഇടാൻ വേണ്ടിട്ട് നമ്മൾ റൂം ക്ലീൻ ചെയ്തു. റൂം ഉണങ്ങുന്ന സമയം കൊണ്ട് നമ്മൾ പുറത്തുപോയി ഫുഡും കഴിച്ചിറങ്ങി നമ്മൾ വീട്ടിലെത്തി ബെഡ് അൺബോക്സ് ചെയ്തു. ബെഡ് സെറ്റ് ചെയ്ത് ഓർമ്മയുള്ളൂ. പിന്നെ 2 ഇതിൽ കിടപ്പായി. സുധിയാണെങ്കിലോ അസൈൻമെന്റ് പണിയിലും.